നമസ്കാരം, ഞാൻ ജോബി ചോന്നമണ്ണ്. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ ശക്തനിൽ നിന്ന് മിഷൻ ഹോസ്പിറ്റൽ പോകുന്ന വഴിയാണ് ചിക്കണ്ടവാരി റോഡ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. പണ്ട് എൻ്റെ കൂടെ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന വ്യക്തിയാണ്. ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നൊരു പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിലെ ഊണ് 30 രൂപ, ചിക്കൻ കറി ഊണ് 50 രൂപ, മീൻ കറി ഊണ് 50 രൂപ. അപ്പോൾ ഇദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? മാസ്ക് ഒരുക്കുന്നു. പണ്ട് എൻ്റെ കൂടെ ഓട്ടോ പഠിച്ചിരുന്ന വ്യക്തിയാണ്. ഇപ്പൊ പുതിയൊരു പരിപാടിയാണ് അല്ലേ? ഇതിപ്പോ എത്ര നാളായി തുടങ്ങിയിട്ട് പ്രതിവേട്ട? ഒരു 4-5 മാസമായി. 4-5 മാസമായി. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കുഴപ്പമില്ല. ഇപ്പൊ ചോറാണ്, നമ്മൾ പൊതിച്ചോറാണ് അല്ലേ? ആഹാ. നമ്മളിങ്ങനെ പൊതികളാക്കിട്ട് എത്ര പൊതി ഉണ്ടാവും? ഇതൊരു 10-70 ഉണ്ടാവും. 70 ഉണ്ട്. അപ്പൊ ഈ കവറിൽ കാണുന്നതൊക്കെ? കവറിൽ കാണുന്നത് അത് സാമ്പാർ ചോറ് 30 രൂപയ്ക്ക് കൊടുക്കാനുള്ളത്. സാമ്പാറും ചോറും 30 രൂപ. ഏറ്റത്. പിന്നെ മീൻകറി ചോറ് 50, ചിക്കൻ കറി ചോറ് 50, ചിക്കൻ കറി ചോറ് 50 രൂപ. 50 രൂപ. പിന്നെ സ്പെഷ്യലായിട്ട് ഓംപ്ലേറ്റ്, സിംഗിൾ ഓംപ്ലേറ്റ് 10 രൂപ. മീൻ വറുത്തത് 10 രൂപ. മീൻ വറുത്തത് 10 രൂപ. 10 രൂപ. പിന്നെ തൈരുണ്ട് അതിന്റെ കൂടെ. സാധാരണ ചോറില് എന്തൊക്കെ ഉണ്ടാവുക? സാധാരണ ചോറില് ഇപ്പൊ ഉപ്പേരി, അച്ചാറ്, സാമ്പാർ, പിന്നെ മോരുണ്ടാവും. 30 രൂപയ്ക്ക് കൊടുക്കുന്നത്. അപ്പൊ ഊണിന്റെ കൂടെ വരികയാണെങ്കിൽ ചിക്കൻ കറിക്ക് എത്രയാ? ചിക്കൻ കറിയും ഊണും കൂടി 50 രൂപ. 50 രൂപ. അപ്പൊ അത് സ്പെഷ്യലായിട്ട് മേടിക്കുകയാണെങ്കിൽ 30 രൂപ. 30 രൂപ. ആഹാ, കൊള്ളാലോ, അടിപൊളി. ഇതിപ്പോ ആരാ ചേട്ടാ വീട്ടില് പാചകമൊക്കെ? ഭാര്യ, ഞാനും പിന്നെ 2 ചെറിയ പിള്ളേരുണ്ട്. അവരും കൂടിയിട്ടാണ് ഇത് റെഡിയാക്കണത്. ശരിക്കും ഇത് എത്ര മണിക്ക് തുടങ്ങും? 3 മണിക്ക് തുടങ്ങും. 3 മണിക്ക് തുടങ്ങും. 3 മണിക്ക് തീ കൂട്ടും. ആഹാ, കൊടുക്കാം, ആൾക്ക് കൊടുക്കും. ഭക്ഷണം ഇത് ഈ വഴി പോകുന്നവരൊക്കെ ഒന്ന് വരണം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 30 രൂപയ്ക്ക് ചോറ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സംഭവമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇദ്ദേഹത്തിന് കുറച്ച് പ്രത്യേകതകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആര് വന്ന് ഭക്ഷണം ചോദിച്ചാലും ആള് കൊടുക്കും. ഇവിടെ മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ പോകുന്ന വഴിക്ക് വിശക്കണമെന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഭക്ഷണം കൊടുക്കാറുണ്ട്. ഇദ്ദേഹത്തിന് എന്താ പറയുക, ആ ഒരു നല്ല മനസ്സുള്ള വ്യക്തിയാണ്. അത് കാരണമാണ് ഞാനതൊന്നും ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാതെ വിചാരിച്ചത്. നമ്മളൊക്കെ ഒരുപാട് വലിയ ഹോട്ടലിലൊക്കെ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെയുള്ള ആളുകളെയും കൂടി ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട്. ഇത് തൃശ്ശൂരിന്ന് ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് മനോരമ വഴി നമ്മുടെ മിഷൻ ആശുപത്രി പോകുന്ന വഴിയാണ് ഈ ഒരു സംഭവം, ഈ ഒരു ഹോട്ടല്. പ്രതിഭേണ്ട വീട് ശരിക്ക് കൊഴുക്കുള്ളിയാണ് അല്ലേ? ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ആര് വന്നാലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ആള് ശരിക്കും സാനിറ്റൈസ് യൂസ് ചെയ്യും. എല്ലാം നീറ്റാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എല്ലാം കറക്റ്റായിട്ട്. പിന്നെ നമ്മൾ വെള്ളം ഇത് വെള്ളം എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത് പ്രതിവേട്ട? 10 രൂപ. 10 രൂപയ്ക്ക് വെള്ളം കൊടുക്കും. ഒരു കുപ്പി വെള്ളം 10 രൂപ. അത് ഊണിന്റെ ഒപ്പം കൊടുക്കാന്നല്ല, ആര് വന്നാലും 10 രൂപ. 10 രൂപ. അതിനിപ്പോ പ്രത്യേകിച്ച് പൈസ ഇല്ല. പുറത്ത് ഇപ്പൊ എത്രയാ? 15 രൂപ മേടിക്കണ്ടല്ലേ? 13 രൂപ 15 രൂപ മേടിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ കൈയാകാൻ വെള്ളമില്ലാന്ന് പറഞ്ഞാൽ നമ്മള് കുപ്പിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അത് പകർത്തി കൊടുക്കും. അതായത് നമുക്ക് ഭക്ഷണം കഴിക്കുന്നവർക്ക് കൈ കഴുകാൻ വെള്ളം ഇല്ലെങ്കിൽ ഈ ബോട്ടിൽ കൊണ്ടുവന്നുണ്ട്. ഇത് പകർത്തി കൊടുക്കും. പകർത്തി കുപ്പിയിലാക്കി കൊടുക്കും. കൊള്ളാലോ. പിന്നെ ആരോ വന്ന് പൈസ ആർക്കെങ്കിലും പറഞ്ഞല്ലേ? അതായത് മാസ്ക് ഒരുക്കോ 500 രൂപ തന്നിട്ട് പറഞ്ഞ ആരെങ്കിലും വിശക്കുന്നവർ സ്റ്റാർട്ടിങ് തുടങ്ങിയ ടൈമില് ഒരാള് വന്നിട്ട് ഒരു 500 രൂപ തന്നു. പിന്നെ വെച്ചാൽ എന്താ ചേട്ടാ ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു ആരെങ്കിലും കാശില്ല എന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ അവർക്കൊരു പൊതി കൊടുത്തോളൂട്ടാ. പിന്നെ അതിന് ഒരു വിഷമം കാണിക്കണ്ടെന്ന് പറഞ്ഞല്ലേ? ഞാൻ പറഞ്ഞു ഞാൻ അല്ലാണ്ട് തന്നെ കൊടുക്കാറുണ്ട്. ആരെങ്കിലും വന്ന് കാശില്ല എന്ന് പറയുകയാണെങ്കിൽ കൊടുക്കാറുണ്ട്. ബാക്കി ഇവിടെ ഇങ്ങനെ വണ്ടി ഇടുന്നോണ്ട് ആരുടെ ഭാഗത്തുനിന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ അന്നു എടുക്കാണോ? അന്നാന്ന് മീനായാലും 1-ാം തീയതിക്കുള്ള മീൻ മേടിക്കുള്ളൂ, ചിക്കനായാലും 1-ാം തീയതിക്കുള്ളത് മാത്രം. പച്ചക്കറിയൊക്കെ 1-ാം തീയതിക്ക് മേടിക്കുള്ളൂ. എത്ര മണി വരെ ചേട്ടൻ ഉണ്ടാവും ഹോട്ടൽ നടത്തും? ഒരു 2-2:30 മാക്സിമം 3 മണി വരെ. 3 മണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിക്കില്ലേ. 3 മണി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം നമ്മള് അപ്പൊ അത് നമ്മള് മാറ്റും. 3 മണി കഴിഞ്ഞപ്പോ കാലത്ത് വെക്കുന്ന ഭക്ഷണം ആരും കൊടുക്കില്ല. 3 മണി കഴിഞ്ഞാൽ നമ്മൾ പോകും. അപ്പൊ മക്കളും ഇത് ആരൊക്കെ പാക്കിങ് ആരൊക്കെയാ?
മക്കളും ഞാനും ഭാര്യയും കൂടിയിട്ട്. ആഹാ, കൊള്ളാലോ. എല്ലാവരും 4 കൂടിയിട്ട്. പിള്ളേരെ ഒരു 7 മണിയാകുമ്പോൾ എനിക്ക്, നമ്മളൊരു 3 മണിയാകുമ്പോൾ എനിക്ക്. ആദ്യം 10 ചോറിയും തുടങ്ങിയതാലേ? 10 ചോറ് ആദ്യം തുടങ്ങി. ഒരു 70 ചോറോളം പോകുന്നുണ്ട്. 70 ചോറോളം പോകുന്നുണ്ട്. ഈ വണ്ടിയിൽ തന്നെയാണ് അവിടുന്ന് നമ്മള് വരുന്നത്? വീട്ടിൽ നിന്ന് തന്നെ വണ്ടി കൊണ്ടുവരും, നമ്മൾ ഇതേപോലെ തിരിച്ചങ്ങോട്ട് പോകൂലേ? എന്തായാലും കുഴപ്പമില്ല, ജീവിച്ചു പോവാം. ഓട്ടോറിക്ഷയുടെ അവസ്ഥ അറിയാലോ. അതാണ് എന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നാൻ കാരണം. ഓട്ടോറിക്ഷയ്ക്ക് ഓട്ടം കുറവും, അപ്പൊ അവർക്ക് കഴിക്കാനുള്ള ഒരു ഭക്ഷണം ഒരു 30 രൂപ കിട്ടുകയാണെങ്കിൽ അത്രയ്ക്കും ഒരു ഇതായിരുന്നു. അല്ല, അത് ശരിയാണ്. അപ്പൊ ഞാന് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര വലിയ ആളുകളായാലും ബെൻസ് കാറിൽ വന്നാൽ ഒരു പക്ഷേ ചിലപ്പോൾ ATM കാർഡ് എടുത്തുണ്ടാവില്ല, അതിനനുസരിച്ച് ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല. ഈ വഴി പോകുമ്പോൾ തീർച്ചയായിട്ടും പ്രദീപേട്ടൻ പറയുന്നു, നിങ്ങൾക്ക് ഇവിടെ വണ്ടി ഒതുക്കി നിർത്താം, ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കാം, അതിൽ പൈസയുടേതായിട്ടുള്ള യാതൊരുവിധ കാര്യങ്ങളും നോക്കണ്ട. തീർച്ചയായിട്ടും അതിനുള്ള പ്രതിഫലം ദൈവം തരും. അപ്പോൾ ഞാൻ ശരിക്കും കഴിഞ്ഞ ദിവസം ഈ വഴിക്ക് പോകുമ്പോഴാണ് ഞാനിത് കണ്ടത്. ഇന്നലെയാണ് ഞാനിത് കണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ആളുകളേക്ക് ഒന്ന് പ്രൊമോട്ട് ചെയ്യുക, അവർക്കൊരു ഉപകാരമാവട്ടെ. അത് തന്നെയല്ല, ഇത് കാണുന്ന ആൾക്കാർക്ക് ഒരു ഉപകാരമാവട്ടെ. ഇവിടേക്ക് ഒരുപാട് സ്റ്റാഫുകളുണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ ഉച്ചയ്ക്ക് സമയത്തൊക്കെ വന്ന് ഇവിടുന്ന് ഭക്ഷണം മേടിക്കുക. അപ്പോൾ ഇദ്ദേഹവും കുടുംബവും നല്ല രീതിയിൽ പോട്ടെ. വേറെ എന്തെങ്കിലും പറയാണ്ട? എല്ലാവരും നമ്മുടെ ഭക്ഷണം കഴിക്കാൻ വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രദീപേട്ടൻ്റെ വണ്ടി എന്ന് പറയുന്നത്, ഒമിനി. ഇത് തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിലാണ്. അപ്പോൾ താങ്ക് യു. ലൈവ് കൂടെ അവസാനിപ്പിക്കുന്നു.